केरला में जनता के पैसों की खुलेआम लूट हो रही है। ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं। जनता का एवरी सिंगल रुपया लूटना चाहते हैं। कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है। हर कोई जिससे परेशान है। जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया। ये जो गरीबों ने, मध्यम वर्ग ने बैंक में पैसे रखे थे, क्योंकि घर में बेटी की उम्र बढ़ रही थी, उन्होंने सोचा कि बेटी की शादी करवानी है, बैंक में पैसे जमा कराएं, कुछ ब्याज मिलेगा, पैसे बढ़ेंगे और जब शादी का समय आएगा तो बेटी के काम आएगा। लेकिन इन सीपीएम वालों ने गरीब की बेटी की शादी को भी अनेक संकटों में डाल दिया। मध्यम वर्ग के परिवार की शादी को, बेटे की, बच्चों की शादी को भी इन्होंने संकट में डाल दिया। गरीबों को उनके खिलाफ ऐसी मिली भगत का उदाहरण बहुत कम मिलेगा। इस स्कैम की वजह से हजारों परिवारों का जीवन दांव पर लग गया है। സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കപ്പെടുകയാണ്. ഇവർ അഴിമതിയുടെ പുതിയ പുതിയ മാതൃകകൾ കൊണ്ടുവരികയാണ്. ജനങ്ങളുടെ ഓരോ പൈസയും കൊള്ള ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു. കരുവണ്ണൂർ സഹകരണ ബാങ്ക് അഴിമതി ഇടതിന്റെ കൊള്ളയുടെ ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ്. എല്ലാവരും ഇതിൽ അസന്തുഷ്ടരാണ്. ഏത് ബാങ്കിലാണോ പാവപ്പെട്ട ആൾക്കാർ, മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർ അവർ അധ്വാനിച്ചുണ്ടാക്കിയ കോടാനുകോടി രൂപകൾ നിക്ഷേപിച്ചത്, ആ ബാങ്ക് സിപിഎമ്മിന്റെ ആളുകൾ കൊള്ള ചെയ്ത് കാലിയാക്കി. പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നിക്ഷേപിച്ച പൈസ പാവപ്പെട്ട ആൾക്കാർ, മധ്യമവർഗത്തിലെ ആൾക്കാർ ബാങ്കിൽ പൈസ ഇട്ടാൽ പലിശയും കിട്ടും, പെൺകുട്ടിക്കോട് വിവാഹം വന്നാൽ അത് എടുക്കുകയും ചെയ്യാമെന്ന് വിശ്വസിച്ചവർ അവരെ പെൺകുട്ടികളുടെ വിവാഹം വരെ മുടക്കുന്ന പണി ഇവർ എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഘടിത കൊള്ളകൾ കാണാൻ വളരെ വിരളമാണ്. ഈ അഴിമതി കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം ഇന്ന് കുഴപ്പത്തിലായിരിക്കുകയാണ്. अभी मुझे हमारे उम्मीदवार बहन डॉक्टर सरसू बता रही थी, कुछ दिन पहले मेरे साथ टेलीफोन पर उन्होंने इस समस्या का जिक्र किया था। अब वो कह रही है कि उनको इतने टेलीफोन आते हैं और लोग टेलीफोन पर रोते हैं कि कितनी मेहनत के पैसे उनके चले गए, कौन ये पैसे वापस लाएगा। हर कोई शिकायत कर रहा है। जी भैया. സുഹൃത്തുക്കളെ, ഇവിടെ ഈ പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സഹോദരി ശ്രീമതി സരസു എന്നെ വിളിച്ചിരുന്നു. അവർക്ക് പലരും അവരെ ഫോൺ ചെയ്യുന്നു. അവർ പൊട്ടിക്കരയുകയാണ് ഫോണിലൂടെ. ഞങ്ങളുടെ പൈസ പോയി, ഈ പൈസ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നൊക്കെ ആലോചിച്ച് അവർ കരഞ്ഞുകൊണ്ട് ഇവരോട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതായി അവർ എന്നോട് പറഞ്ഞു. साथियों, यहां सीपीएम के मुख्यमंत्री 3 साल से लगातार झूठ बोल रहे हैं कि इस कोऑपरेटिव स्कैम के पीड़ितों को उनका पैसा वापस मिलेगा। ये भी झूठ बोलते हैं कि दोषियों पर कार्रवाई होगी। ये आपका सेवक
मोदी है जिसने इस केस की जांच करवाई। अब तक स्कैम करने वालों की करीब 90 करोड़ रुपीस की संपत्ति भारत सरकार के ईडी ने अटैच कर ली है। मैं इस बारे में कानूनी सलाह ले रहा हूं कि कैसे जिनके पैसे डूब गए हैं ऐसे गरीबों को उनका पैसा वापस कैसे करूं, ये 90 करोड़ रुपया उनको कैसे बांट दो। बीजेपी सरकार पहले भी देश में 17,000 करोड़ रुपए ऐसे स्कैम पीड़ितों को वापस दिलवा चुकी है। इसलिए मैं इस कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में भाजपा और मेरी सरकार कोई कसर बाकी नहीं छोड़ी जाएगी। സുഹൃത്തുക്കളെ, ഇവിടെ സിപിഎമ്മിന്റെ മുഖ്യമന്ത്രി 3 വർഷമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സഹകരണ കൊള്ളയിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പണം തിരിച്ചു നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവുമെന്നുമൊക്കെയാണ് നുണ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ സേവകനായ മോദിയാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയത്. ഇതുവരെ ഈ കേസിൽ ഏതാണ്ട് 90 കോടി രൂപയിലധികം സമ്പത്ത് ഭാരത സർക്കാരിന്റെ ഇഡി കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും നിയമജ്ഞരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളുടെ പണം എങ്ങനെ തിരിച്ചു കൊടുക്കാം, ഈ പിടിച്ചെടുത്ത 90 കോടി രൂപ അവർക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരത സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ 17,000 കോടി രൂപ ഇത്തരത്തിൽ അഴിമതിയാൽ വഞ്ചിക്കപ്പെട്ടവരുടേത് പിടിച്ചെടുത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കരുവണ്ണൂർ സഹകരണ കൊള്ളയിൽ വഞ്ചിതരായവർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ പണം തിരിച്ചു തരാൻ സാധ്യമായതെല്ലാം മോദി സർക്കാർ, ബിജെപി സർക്കാർ ചെയ്യും. അതിനുവേണ്ടി ഏത് തറ്റം വരെയും ഞങ്ങൾ പോകും.